നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി നാം ധ്യാനിക്കുകയോ ആത്മീയ മാർഗദർശിനികളുടെ സഹായം തേടുകയോ ചെയ്യുമ്പോൾ നാം ആ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് പ്രപഞ്ചത്തിന്റെ സർഗശക്തിയുടെ സഹായം തന്നെയാണ് തേടുന്നത്. നാം പ്രപഞ്ചശക്തിയോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ കൈവശമില്ല എന്ന പരോക്ഷ സന്ദേശമാണ് നാം പ്രപഞ്ചത്തിന് മുന്നിൽ നൽകുന്നതെങ്കിൽ ആ സന്ദേശം സത്യമാണെന്ന മട്ടില് പ്രപഞ്ചശക്തി സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കഴിഞ്ഞു എന്ന മട്ടിലുള്ള ദൃഢപ്രതിജ്ഞാ വാക്യങ്ങളിലൂടെ ആ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനും കഴിയും. ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ അല്ലെങ്കിൽ അഫർമേഷനുകൾ ശുഭകരമായിട്ടുള്ള പ്രസ്താവനകളാണ്. നിങ്ങൾ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ ആവർത്തിച്ചുച്ചരിക്കുമ്പോൾ അവ സത്യമായി ഭവിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടതെല്ലാം നേരത്തെ തന്നെ നേടിക്കഴിഞ്ഞു എന്ന പോലെയുള്ള ഇത്തരം വാചകങ്ങളിലൂടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാനും കഴിയും. ഒരു തരത്തില് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും അഫർമേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഓരോ കാര്യങ്ങളും ആത്മകഥം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചില വിശ്വാസങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ ക്ലിപ്തമായ ലക്ഷ്യത്തോടെ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിനെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധയോടും താല്പര്യത്തോടും ആഗ്രഹത്തോടും ഒക്കെ ഉരുവിടുന്ന വാക്യങ്ങളിലെ അത് എന്തുമായാലും അത് സാധ്യമാകുകയാണ് ചെയ്യുന്നത്. നമുക്ക് ജന്മനാൽ തന്നെ ലബ്ധമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ആത്മനിർദ്ദേശം നൽകാനുള്ള കഴിവ്. അതിശയകരവും അനന്തവുമായ ശക്തി ഇതിലടങ്ങിയിരിക്കുന്നു. നിരന്തരം നമ്മിൽ ഉയരുന്ന ചിന്തകൾ, ആത്മഗതം എന്നിവയൊക്കെ ഉപബോധ മനസ്സിന്റെ സൃഷ്ടികളാണ്. നിർഭാഗ്യവശാല് നമ്മുടെ ഈ ചിന്തകളിൽ ഏതാണ്ട് 73% നിഷേധാത്മകമാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിത രീതിയിലും അനുഭവങ്ങളിലും ബന്ധങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു. ശുഭസൂചകമായ ദൃഢപ്രതിജ്ഞാ വാക്യങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം നിഷേധാത്മകമായ ഇത്തരം ചിന്തകൾ ഇല്ലാതാക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ എല്ലാ വാക്കുകളെയും അതേ അർത്ഥത്തിൽ തന്നെ ആഗിരണം ചെയ്യും. തമാശ, പരിഹാസം, പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ തന്നെയും പ്രത്യേകം ഉൾക്കൊള്ളാൻ ഉപബോധ മനസ്സിന് സാധിക്കുകയില്ല. നാം സാധാരണ പറയാറുള്ള ഇതെന്നെ കൊല്ലും അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് പണമുണ്ട് എന്ന് തമാശ രൂപേണ പറയുന്നത് പോലും നമ്മുടെ ഉപബോധ മനസ്സിന്റെ തലങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളെയും അത് ബാധിക്കുന്ന തരത്തിൽ അവ നമ്മെ സ്വാധീനിക്കുന്നു. ശുഭസൂചകമായ വാക്കുകളുടെ പ്രസക്തി ഇതാണ്. അത് നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. ഞാൻ കുറച്ച് ശുഭസൂചകമായ വാക്കുകൾ പറയാം. ഈ വാക്കുകൾ മനസ്സിൽ നിരന്തരം ഉയരുന്ന അശുഭചിന്തകളെക്കാൾ 100 മടങ്ങ് ശക്തിയേറിയവയുമാണ്. ഇവ നിങ്ങൾ ലൈഫിലൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇത് ചെയ്യാൻ എളുപ്പമാണ്, എനിക്ക് സമയമുണ്ട്, ഇത് മഹത്തരം, ഇത് അതിശയകരം, ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു, ഞാൻ നേടും. ഇതൊക്കെ ഇത്തരത്തിലുള്ള ശുഭസൂചകമായിട്ടുള്ള ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾക്ക് അല്ലെങ്കിൽ അഫർമേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത്തരം വാചകങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകളുടെ ചുക്കാൻ പിടിക്കുന്നു. അത് നാം എന്തായി തീരണം എന്നതിനെ നേരത്തെ സ്വാധീനം ചെലുത്തിയ ചിന്തകളെ മാറ്റുകയും പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശുഭസൂചകമായ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ ഭയത്തിൽ നിന്ന് മോചനം നേടാനും ധനം സമ്പാദിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മെ സഹായിക്കുന്ന ശക്തിയേറിയ ഉപകരണമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ദൃഢപ്രതിജ്ഞയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവ ചെറുതും സരളവും ആഗ്രഹിക്കാൻ പാടുള്ളതുമായിരിക്കണം. അവ ശുഭസൂചകങ്ങളായിരിക്കണം. വർത്തമാനകാലത്തിൽ പ്രസ്താവിക്കണം. ഇപ്പോൾ നടക്കുന്നു എന്ന തോന്നല് ഉപബോധ മനസ്സിൽ ഉണ്ടാക്കുന്ന വിധമായിരിക്കണം. ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന് വേണം തുടങ്ങാൻ. നിങ്ങളുടെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി അവയെ നിർമ്മിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഇല്ല, അല്ല എന്നീ വാക്കുകൾ ഒഴിവാക്കുക. ഓരോ വാക്കും ശുഭസൂചകമായിരിക്കാൻ ശ്രദ്ധിക്കുക. നിരവധി തവണ ആവർത്തിക്കുക. ഉപബോധ മനസ്സില് നിഗൂഢമായി പതിയുന്നത് വരെ. തീവ്രമായ വികാരത്തോടെ വേണം നിങ്ങൾ ഈ കാര്യങ്ങൾ ആവർത്തിക്കാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചതുപോലെയുള്ള തീവ്രതയോടെ. അവസാനമായിട്ട് നിങ്ങൾ അതിൽ വിശ്വസിക്കുക, വിജയം പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാചകങ്ങൾ നിങ്ങളുടെ ഫ്രീ ആയിരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്ന സമയത്തോ
അങ്ങനെ എന്തൊക്കെ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വാചകങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ഉരുവിടാൻ കഴിയുമോ അത്രയും തവണ ഉരുവിടുക. നിങ്ങളൊരു എക്സർസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇത്തരം വാചകങ്ങൾ നിങ്ങളെ മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കാം. പതിവായിട്ട് ജിമ്മിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒരുപാട് സൗന്ദര്യം നേടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ആകർഷകമായ ശരീരമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് മണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പണത്തിന്റെ അഫർമേഷനുകൾ മനസ്സിൽ ഉരുവിടാം. ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഉരുവിടുന്നത് മൂലം നെഗറ്റീവായിട്ടുള്ള നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ പതിയെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും ഇത്തരത്തിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെ ഊർജ്ജം കൺവെർട്ട് ചെയ്യുകയും ആ സാഹചര്യങ്ങളും ആ ഒരു വസ്തുക്കളും നിങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിന്റെ കൂടെ നിങ്ങൾക്ക് ദിവസവും പരിശീലിക്കാവുന്ന ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ മാജിക് 6 എന്ന് കേട്ടിട്ടുണ്ടോ? ജീവിത വിജയത്തിന് നാം എന്ത് ആഗ്രഹിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് നാം എന്തു ചെയ്യുന്നു എന്നത്. വിജയികളായ ആളുകളുടെ പ്രഭാതശീലങ്ങളിൽ അവരുടെ വിജയത്തെ നമുക്ക് കണ്ടെത്താനാവും. രാവിലെ പ്രാതലിന് മുൻപായിട്ട് ചെയ്യേണ്ട 6 കാര്യങ്ങളാണ് മാജിക് 6 എന്ന് പറയുന്നത്. എഴുന്നേറ്റ ഉടനെ മനസ്സിലുള്ള അഴുക്കുകൾ കളഞ്ഞ് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. ഇത് സൗകര്യപ്രദമായ രീതിയിൽ ഇരുന്നോ കിടന്നോ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ചെയ്യണം. ഇത് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്തുകയും ശുഭചിന്തകൾ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പരിശീലനം നിങ്ങൾക്ക് 1 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. ധ്യാനം എന്താണെന്നും അതിന്റെ പ്രയോജനങ്ങൾ എന്താണെന്നും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി അടുത്തത് മനസ്സിനോട് പറയുക എന്നതാണ്. ദൃഢപ്രതിജ്ഞാ വാചകങ്ങളാണ് ഇവിടെ നിങ്ങൾ ആവർത്തിക്കേണ്ടത്. കണ്ണുകൾ അടച്ചു വെച്ച് വാക്കുകളിലെ വികാരത്തെ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാവുന്നത്. ഈ പരിശീലനവും 1 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. മൂന്നാമതായി ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയതായും നേടിക്കൊണ്ടിരിക്കുന്നതായും മനസ്സിൽ കണ്ണടച്ചു പിടിച്ചു കാണുക. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ലഭിച്ചാൽ ഉണ്ടാകുന്ന അതേ വികാരത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ പരിശീലനവും 1 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. നാലാമതായി ശരീരത്തെ ചലിപ്പിക്കുക എന്നതാണ്. എക്സർസൈസ്, വ്യായാമമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സാധാരണയായിട്ട് വൈകുന്നേരം നടക്കുന്ന ശീലമുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിലും രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള വ്യായാമം മനസ്സിൽ നിങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ള ആളാണെന്ന് വിശ്വസിക്കുന്നതിന് കാരണമാകുന്നു. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ 10 മുതൽ 30 മിനിറ്റ് വരെ വ്യായാമം ചെയ്യാവുന്നതാണ്. അഞ്ചാമതായി വായിക്കുക എന്നതാണ്. മുകളിൽ പറഞ്ഞ പരിശീലനത്തിന് ശേഷം മനസ്സിന് ഉന്മേഷം നൽകുന്ന, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടാൻ സഹായിക്കുന്ന പുസ്തകമോ ചുരുങ്ങിയത് 1 പേജെങ്കിലും വായിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് കൂടുതൽ എത്ര പേജ് വേണമെങ്കിലും വായിക്കാവുന്നതുമാണ്. നിങ്ങൾ രാവിലെയുള്ള പത്രം, സോഷ്യൽ മീഡിയ, ഇതിൽ വരുന്ന ന്യൂസുകൾ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ആറാമതായി എഴുതി വയ്ക്കുക. നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതുകയാണ് അടുത്ത ശീലം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കട്ടിയുള്ള ഒരു പുസ്തകം വാങ്ങി എല്ലാ ദിവസവും അതാത് ദിവസത്തെ തീയതി എഴുതി ഈ പരിശീലനം ചെയ്യണം. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിൽ നിന്നും ഓർത്തു വേണം ചെയ്യാൻ. 6 കാര്യങ്ങൾ അടുത്ത 100 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് മുതൽ നിങ്ങൾ മാജിക് 6ഉം നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും ക്ലാസ്സിൽ നിന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലോ വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്നും നിങ്ങളെ ഹൈ എനർജി വൈബ്രേഷൻ അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതിയുള്ള ഒരാളുടെ വൈബ്രേഷണൽ ലെവലിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതകരമായ മാറ്റം തന്നെ നിങ്ങളിൽ കൊണ്ടുവരാനും കഴിയും.
നിങ്ങളും ഇത്തരത്തിലുള്ള പരിശീലനം ദിവസവും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും.